ഹലോ പ്രിയപ്പെട്ടവരെ, സോഷ്യൽ ഡിസ്കോഴ്സസിൻ്റെ PYQ ഡിസ്കഷൻ്റെ ഏറ്റവും അവസാനത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 8 യൂണിറ്റിൻ്റെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി 9ാമത്തെയും 10ാമത്തെ യൂണിറ്റ് സ്പെഷ്യലൈസേഷനാണ്. ആ സ്പെഷ്യലൈസേഷൻ നമ്മൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഈ ഒരൊറ്റ വീഡിയോയിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇന്ന് എക്സാമിൻ്റെ ഡേറ്റിന് രാവിലെയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാകുക. സോ എല്ലാവർക്കും എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ വാസ് ഫോംഡ് ഇൻ ദ ഇയർ. ILO സ്ഥാപിച്ച അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ കൂടുതൽ എക്സ്പ്ലനേഷന് നിൽക്കുന്നില്ല, ഡയറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞ് പോകുന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുള്ള ഇയർ 1919 ആണ്. 4th ഓപ്ഷനാണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, second question, arrange the step-by-step process for recruiting a human resource of an organization. ഒരു കമ്പനിയിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് റിക്രൂട്ട് ചെയ്യുന്ന ഒരാളെ, ആ സ്റ്റാഫിന് ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ ആളെ റിക്രൂട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അറേഞ്ച് ചെയ്യാണ് തന്നിട്ടുള്ളത്. ഓക്കെ, തന്നിട്ടുള്ളത് നോക്കാം. A, സ്ക്രീനിങ് ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ്. B, ഇവാലുവേഷൻ ആൻഡ് ഓഫർ ഓഫ് എംപ്ലോയ്മെൻറ്റ്. C, ഐഡൻറ്റിഫൈങ് ദ ഹയറിംഗ് നീഡ്സ്. D, ഇൻ്റർവ്യൂയിങ്. E, പ്രിപ്പയറിംഗ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇതിൽ ആദ്യം വരുന്നത് ഐഡൻറ്റിഫൈങ് ദ ഹയറിംഗ് നീഡ്സ് ആണ്. അത്ര ആളുകളാണ് ആവശ്യമുള്ളത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുക. ദെൻ പ്രിപ്പയറിംഗ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ, പിന്നെ സ്ക്രീനിങ് ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ്, അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂയിങ്, അത് കഴിഞ്ഞിട്ട് ഇവാലുവേഷൻ ആൻഡ് ഓഫർ ഓഫ് എംപ്ലോയ്മെൻറ്റ്. സോ CEADB ആയിരിക്കും ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. സോ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ്. തേർഡ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ISO നമ്പർ തരും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് ഏത് ഏരിയയിൽ അല്ലെങ്കിൽ ഏത് പർപ്പസാണ് ആ ഒരു ISO നമ്പറിനുള്ളത് എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണിത്. HRM ആ ഒരു ഏരിയയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ലിസ്റ്റ് 1 തന്നിട്ടുള്ളത് A, ISO 9001 2015. B, ISO 14001 215. C, ISO 50001. D, ISO 45001. ഇവിടെ ISO 9001 2015 എന്നുള്ളത് ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഓക്കെ, A എന്നുള്ളത് 4 ആണ്. ഓക്കെ, ആൻഡ് B, ISO 14001 2015 എന്നുള്ളത് എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അങ്ങനെ തന്നെ ഓർത്തേക്കൽ, വേറെ ഒന്നും ഓർക്കാനില്ല. ഈ നമ്പറും ആ ഏരിയ മാത്രമാണ് കണക്ട് ചെയ്യേണ്ടതല്ലേ. ISO 50001 എന്നുള്ളത് എനർജി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ISO 45001 എന്നുള്ളത് ഒക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ്. സോ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 4. ഓക്കെ, fourth question, arrange in sequence the stages of organizational conflict as proposed by LR Pondy 1967. 1967 LR Pondy എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഓർഗനൈസേഷനിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കോൺഫ്ലിക്റ്റുകളെ കോൺഫ്ലിക്റ്റിനെ സ്റ്റേജുകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. ആ സ്റ്റേജുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. A, മാനിഫെസ്റ്റ്. B, ഫെൽറ്റ് സ്റ്റേജ്. C, ലാറ്റൻ സ്റ്റേജ്. D, ആഫ്റ്റർമാത്ത്. E, പെർസീവ്ഡ് സ്റ്റേജ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വരുന്ന സ്റ്റേജ് ലാറ്റൻ സ്റ്റേജ് ആണ്. ദെൻ പെർസീവ്ഡ് സ്റ്റേജ്, കഴിഞ്ഞിട്ട് ഫെൽറ്റ് സ്റ്റേജ്, മാനിഫെസ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ ആഫ്റ്റർമാത്ത്. ഈ ഒരു ഓർഡർ ശ്രദ്ധിക്കുക. ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 3 ആണ്, CEBAD. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് വേൾഡ് റിപ്പോർട്ട് ഓൺ ഡിസബിലിറ്റി കെയിം ഇൻ ദ ഇയർ. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസബിലിറ്റിയിലുള്ള വേൾഡ് റിപ്പോർട്ട് ആദ്യമായിട്ട് വന്ന വർഷം 2011 ആണ്. ഓക്കെ, ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ. സിക്സ്ത്, ദ salient features ഓഫ് ഡിസോസിയേറ്റീവ് ഡിസോർഡർ. ഇത് സൈക്കാട്രി ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. ഡിസോസിയേറ്റീവ് ഡിസോർഡർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ആണ്, മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ആണ്. മെമ്മറിയിലും ഐഡൻറ്റിറ്റി കോൺഷ്യസ്നെസ്സിലൊക്കെ ഇമ്പയർമെൻ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു അസുഖമാണ് ഇത്.
അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എ ഡിസോസിയേറ്റീവ് അംനീഷ്യ, ബി ഡിസ്പേഴ്സണലൈസേഷൻ ഡീറിയലൈസേഷൻ ഡിസോർഡർ, സി ഇൽനസ് ആങ്സൈറ്റി ഡിസോർഡർ, ഡി ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി അഥവാ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി, ഇ പാരാലിസിസ് ബ്ലൈൻഡ്നസ്. ഇവിടെ സിയും ഇയും ആണ് കൂട്ടത്തിൽ പെടാത്ത ആളുകൾ. ഇൽനസ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. പാരാലിസിസ് ബ്ലൈൻഡ്നസ്സും അത് ഈ ഒരു അസുഖത്തിൻ്റെ ഭാഗമല്ല. എ ബി ഡി ആണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഓപ്ഷൻ 1 ആയിരിക്കും ഇവിടെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഓപ്ഷൻ 1 ആണ് കൊടുത്തിട്ടുള്ളത്. Next question, 7th question. World Conference on Women were held in different cities. Arrange the following in correct ascending orders. First to last. World Conference on Women മെയിൻലി നമ്മൾ 4 ഈ കൊടുത്തിട്ടുള്ള 4 തന്നെയാണ് പഠിക്കാറുള്ളത്. ഇതിനെ അറേഞ്ച് ചെയ്യാനാണ്. ഇത് ഫോളോവിങ് ആയിട്ടും അല്ലെങ്കിൽ ഇയർ തന്നിട്ട് ഇയർ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട്, ഇയർ തരാതെ ഇയർ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഒന്നാമത്തത് ബെയ്ജിങ്ങിലാണ് നടന്നിട്ടുള്ളത്. അത് 1995 ബി നൈരോബി 1985 നടന്നിട്ടുള്ളത്. സി കോപ്പൻഹാഗനിൽ 1980 നടന്നിട്ടുള്ളത്. ഡി മെക്സിക്കോയിൽ 1975 നടന്നിട്ടുള്ളത്. ഇപ്പോൾ 1975, 1980, 1985 ആൻഡ് 1995. ഈ അടിയിൽ നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന ഈ ഓർഡറിലാണ് കറക്റ്റ്. DCBA ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ 4. ഓക്കെ, സോ ഓപ്ഷൻ 4 ആയിരിക്കും ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 8th question. Evaluation has many methods as it is the process of comparing a job with other jobs in an organization alone. What are these methods? ജോബിലെ ഇവാലുവേഷൻ്റെ കുറച്ച് മെത്തേഡ്സുകൾ ഉണ്ട്. ആ മെത്തേഡ്സുകൾ ഏതാണെന്നുള്ളതാണ് ബേസിക്കലി ചോദിക്കുന്നത്. അതിൽ നോക്കാം. എ ജോബ് റാങ്കിങ് മെത്തേഡ്, ബി ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ്, സി വർക്ക് പ്രൊഫൈലിംഗ് സിസ്റ്റം, ഡി പോയിന്റ് ഫാക്ടർ മെത്തേഡ്. ഇതിൽ വർക്ക് പ്രൊഫൈലിംഗ് സിസ്റ്റം ആണ് ഈ കൂട്ടത്തിൽ പെടാത്ത ആൾ. ബാക്കിയുള്ള എയും ബിയും ഡിയും ജോബ് ഇവാലുവേഷൻ്റെ മെത്തേഡ്സ് ആണ്. എ ബി ഡി ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്. സോ ഓപ്ഷൻ 2 വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യം. ദ സപ്പോർട്ട് ഓർ ഓക്സിലറി സർവീസസ് ആർ എസെൻഷ്യൽ അഡ്ജങ്ക്ട് ഓഫ് ദ ഫാമിലി കോഡ്സ് വിച്ച് ആർ ഇറ്റ്സ് കോമ്പണൻറ്റ് സർവീസസ്. ഓക്കെ, ഫാമിലി സർവീസിൽ എന്താ പറയുക, സപ്പോർട്ടും ഓക്സിലറി സർവീസൊക്കെ അവിടെ പോകുന്ന ആളുകൾക്ക്, ഫാമിലി കോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് കേസിലേക്കുള്ള ആളുകൾക്ക് കിട്ടുന്ന അഡീഷണൽ സർവീസുകളാണ്. ഓക്കെ, ആ സർവീസിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എ ഓപ്ഷൻസ് നോക്കാം. എ ഫാമിലി കൗൺസിലിംഗ് സർവീസസ്, ബി ഇൻവെസ്റ്റിഗേറ്റീവ് സർവീസസ്, ഇ എൻഫോഴ്സ്മെൻറ്റ് സർവീസസ്, ഡി ലീഗൽ എയ്ഡ് സർവീസസ്, ഇ സോഷ്യോ റിലീജിയസ് സർവീസസ്. ഇതിൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അറിയണം നിർബന്ധമില്ല. സോഷ്യോ റിലീജിയസ് സർവീസ് ഫാമിലി കോർട്ടിൽ നിന്ന് കൊടുക്കുമോ? ഉറപ്പായിട്ടുണ്ടാവില്ല. സോ ഇ എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാവുന്ന ഓപ്ഷനാണ്. അത്തരത്തിൽ ഇ ഒഴിവാക്കുകയാണെങ്കിൽ ഈ 3 ഒഴിവാക്കിയാൽ ബാക്കി ഒരു ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ മാത്രം നമുക്ക് റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 1. അപ്പോൾ സർവീസുകൾ ഏതൊക്കെയാണ്? ഫാമിലി കൗൺസിലിംഗ് സർവീസ്, ഇൻവെസ്റ്റിഗേറ്റീവ് സർവീസ്, എൻഫോഴ്സ്മെൻറ്റ് സർവീസസ്, ലീഗൽ എയ്ഡ് സർവീസസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 10th question. DSM-5 സ്റ്റാൻഡ്സ് ഫോർ. നമ്മൾ അബ്നോർമൽ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സൈക്കാട്രി സ്പെഷ്യലൈസേഷൻ പഠിക്കുന്ന സമയത്ത് സൈക്കാട്രിക് ഡിസോർഡേഴ്സിനെ നമ്മൾ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് DSM, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനാണ് ഈ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണത്. ഇതിന് പല സീരീസുകളായിട്ട് ഇപ്പോൾ DSM-5 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, 5TR ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള അതിൻ്റെ പതിപ്പ്. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ക്ലാസിഫൈ ചെയ്യുന്ന ICD അഥവാ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. അതിൽ F എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി കംപ്ലീറ്റ്ലി മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ, അതിലും പല സീരീസുകളായിട്ട് ഇറങ്ങിയിട്ട് ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത് ICD-10 ശേഷം ICD-11 സീരീസാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതുകൂടി ഓർത്ത് വയ്ക്കുക. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ
ഫോർത്ത് ഓപ്ഷൻ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. 11th question, psychiatric social work with children in need of protection category comprise. ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള കാറ്റഗറിയിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് കവി ഉദ്ദേശിച്ചത്. എ, ഓഫൻസ്. ബി, സ്ട്രീറ്റ് ചിൽഡ്രൻ. സി, വിക്ടിം ഓഫ് ചൈൽഡ് ലേബർ. ഡി, വിക്ടിം ഓഫ് നെഗ്ലക്റ്റ്. ഇ, വിക്ടിം ഓഫ് ഫിസിക്കൽ ഓർ സെക്ഷൽ അബ്യൂസ്. ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? എ, സി, ഇ, ബി, ഡി ആൻഡ് ഇ. ഫോർത്ത് വൺ എ, ബി, സി, ഡി ആൻഡ് ഇ. ഈ പറഞ്ഞ എല്ലാ ആളുകളും എന്താണ് ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണ്. ഇതേപോലെ തന്നെ ജെ ആക്ട് 2015 കുട്ടികളെ 2 കാറ്റഗറി ആക്കി തിരിക്കുന്നുണ്ട്. ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ആൻഡ് ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ, ഇതിൻ്റെ കേസിലൊക്കെ ഉൾപ്പെടുന്നവർ, പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് എന്തെങ്കിലും ക്രിമിനൽ ഒഫൻസുകളിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇനി ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക പരിഗണന ആവശ്യമായിട്ടുള്ള ഈ ടീമാണ് ആ ടീം. ഈ വിഭാഗത്തിലുള്ള എല്ലാ കുട്ടികളും ആ ഒരു കാറ്റഗറിയിൽ ഉൾക്കൊള്ളും. ആ ജസ്റ്റ് 2 കാറ്റഗറൈസേഷൻ കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 4 ആണ്. എ, ബി, സി, ഡി, ഇ എല്ലാ ആളുകളും ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള കാറ്റഗറിയിൽ ഉൾക്കൊള്ളുന്നവരാണ്. നമ്മുടെ 12th question, which of the following technique is used to bring relief to the client suffering from anxiety and guilt? ഈ ആങ്സൈറ്റിയും ഗിൽട്ടും ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കാറുള്ള ടെക്നിക്ക് ഏതാണെന്നുള്ളതാണ്. 1, ക്ലാരിഫിക്കേഷൻ. 2, റീഅഷുറൻസ്. 3, സിമ്പതി. 4, ക്രെഡിബിൾനെസ്. റൈറ്റ് ആയിട്ടുള്ള ആൻസർ റീഅഷുറൻസ് ആണ്. ഓക്കെ. 13th question, which of the following principles of management states that each employee should report to one superior? ഒരുപാട് ജോലിക്കാരുണ്ടാവും ഒരു കമ്പനിയിൽ. എല്ലാ ആളുകളും ഒരു ഒറ്റ സുപ്പീരിയറിൻ്റെ കീഴിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഏതാണെന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻസ് 1, സെൻട്രലൈസേഷൻ. 2, സ്പാൻ ഓഫ് കൺട്രോൾ. 3, യൂണിറ്റി ഓഫ് കമാൻഡ്. ഡി, ഡിവിഷൻ ഓഫ് ലേബർ. ഓക്കെ. ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴത്തോട്ട് കിട്ടുന്ന കമാൻഡിൽ ഒരു യൂണിറ്റ് വേണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടാവണമെങ്കിൽ ഒരാളിൽ നിന്നായിരിക്കണം എല്ലാ ആളുകളും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻട്രൽ പൊസിഷനിൽ നിന്നിട്ടുള്ള ഒരു അതോറിറ്റിയിൽ നിന്നായിരിക്കണം എല്ലാ ആളുകളും ഇൻസ്ട്രക്ഷൻസ് വാങ്ങേണ്ടത്. സോ ഓപ്ഷൻ 3 ഇവിടെ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ. അടുത്ത 14th question, which target group has been added in the recent past for providing services under social defense? സോഷ്യൽ ഡിഫെൻസിൽ അവർ ഗവൺമെൻറ് ഡീൽ ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾസ് ഓൾറെഡി ഉണ്ട്. അതിലോട്ട് ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ആരൊക്കെയാണെന്നുള്ളതാണ്. ഓപ്ഷൻസിൽ 1, യൂത്ത് ഒഫൻഡേഴ്സ്. 2, ട്രാൻസ്ജെൻഡേഴ്സ്. 3, ഡ്രഗ് അഡിക്ട്സ്. 4, എൽഡർലി പേഴ്സൺ. ഇതിൽ റൈറ്റ് ആൻസർ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സോഷ്യൽ ഡിഫൻസ് സർവീസ് കൊടുക്കുന്ന കൂട്ടത്തിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 2. 15th question, Section 16 of the Right of Person with Disabilities Act 2016 describes duty of educational institutions, which says that all funded or recognized shall provide. താഴെ തന്നിരിക്കുന്നവയിൽ ഈ പറഞ്ഞ 2016 PWD ആക്ട് പ്രകാരം, അതിൻ്റെ സെക്ഷൻ 16 പ്രകാരം എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ചില കാര്യങ്ങൾ കൊടുക്കണം, പ്രൊവൈഡ് ചെയ്യണം. അത് ഏതൊക്കെയാണെന്നുള്ളതാണ്, അതിലേതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 1, സ്പെസിഫിക് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് പറയുന്നു. 2, ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ്. 3, ഇൻഡക്റ്റീവ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ്. 4, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതാണ്. റെഫർ ചെയ്ത സമയത്ത് എക്സാക്ട്ലി അവർ പറയുന്ന ഒരു ടേം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് സെക്ഷൻ 16 കൊടുക്കുന്നത്. ആൻസർക്ക് നോക്കിയ സമയത്ത് ഇതിൽ ഇൻഡക്റ്റീവ് എഡ്യൂക്കേഷൻ ആണ്
റൈറ്റ് ആയിട്ടുള്ള ആൻസർ കാണാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ ഇൻഡക്റ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ള അവിടെ റൈറ്റ് ആൻസർ നമ്മൾ സെക്ഷൻ 16 പറഞ്ഞിട്ടുള്ളത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും ഇവിടെ റൈറ്റ്. 16th question, as per Protection of Women from Domestic Violence Act 2005, who maintain a list of all services providers providing legal aid or counseling, shelter, home and medical facilities in a local area within the jurisdiction of the magistrate. Okay, Protection of Women from Domestic Violence Act പ്രകാരം ഒരാൾ ഈ പറഞ്ഞ ഓരോ പ്രദേശത്തെയും അല്ലെങ്കിൽ ഓരോ ജൂറിസ്ഡിക്ഷൻ്റെയും കീഴിലുള്ള കൗൺസിലിംഗ്, ഷെൽട്ടർ ഹോമുകൾ, മെഡിക്കൽ ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് എന്താ പറയുക പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ ഓഫീസർ ആരാണ്, അല്ലെങ്കിൽ അത് ആരാണ് ആ വ്യക്തി എന്നുള്ളതാണ് ചോദിക്കുന്നത്. കൊടുക്കണം, ആരാണ് ഈ കൊടുക്കേണ്ട ആൾ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 1 പോലീസ് ഓഫീസർ, 2 പ്രൊട്ടക്ഷൻ ഓഫീസർ, 3 മെഡിക്കൽ പ്രൊഫഷണൽ, 4 ലോയർ. ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ ഡൊമസ്റ്റിക് വയലൻസിന് ഇരയായിട്ടുള്ള അല്ലെങ്കിൽ കേസ് ചാർജ് ചെയ്തിരുന്ന സമയത്ത് അതിലാരാണോ വിക്ടിം ആയിട്ടുള്ളത് അവർക്ക് ഇത്തരം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇത്തരം സർവീസുകളുടെ ഈ ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. ഓക്കെ, ഇതിൽ വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൻ്റെ ഇയർ ഒന്ന് ഓർത്തേക്കുക 2005 ആണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. കുറച്ച് ഹോമുകൾ തന്നിട്ടുണ്ട് ഇവിടെ. ഇത് JJ ആക്ടിൻ്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ JJ ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഹോമുകളാണ്. ഇവയുടെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഹോമുകൾ നോക്കാം. ലിസ്റ്റ് 1 ഇവിടെ സ്ഥലമില്ലാത്തതിനെ കൊണ്ട് ലിസ്റ്റ് 1 ഞാൻ ഇവിടെയാണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. A ഒബ്സർവേഷൻ ഹോം, B സ്പെഷ്യൽ ഹോം, C ചിൽഡ്രൻ ഹോം, D ഷോർട്ട് സ്റ്റേ ഹോം. ഇതിൽ ഡയറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന ഒന്ന് ഒബ്സർവേഷൻ സ്പെഷ്യൽ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ദുർഗുണ പരിഹാര പഠന പാഠശാല ആണോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഹോം ഉണ്ടല്ലോ, നമ്മളെ കുട്ടികളുടെ ജുവനൈൽ ഹോം എന്നൊക്കെ പണ്ട് പറയാറുള്ള ഒരു ഹോം. ആ ഹോമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു ഹോമാണ് സ്പെഷ്യൽ ഹോം എന്നുള്ളത്. ഓക്കെ, ഷോർട്ട് സ്റ്റേ ഹോം എന്നുള്ള ഗേൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. 18 മുതൽ 45 വയസ്സ് വരെയുള്ള ഗേൾസ് അല്ലെങ്കിൽ വുമണിനെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോമാണ് ഷോർട്ട് സ്റ്റേ ഹോം എന്നുള്ളത്. ചിൽഡ്രൻസ് ഹോം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒബ്സർവേഷൻ ഒരു ടെമ്പററി ബേസിലുള്ള ഒരു ഹോമാണ്. ഓക്കെ, ഇവിടെ എക്സ്പ്ലനേഷൻ നോക്കുന്ന സമയത്ത് ഫോർ ദ റിസപ്ഷൻ ഓഫ് ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ JJ ആക്ട്. ഫോർ ദ റിസപ്ഷൻ ഓഫ് ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹോം 1 C ആണ്. ഓക്കെ, C ചിൽഡ്രൻ ഹോം ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഫോർ ദ ഗേൾസ്, രണ്ടാമത്തെ ഫോർ ദ ഗേൾസ് ആൻഡ് വുമൺ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 18 to 45 years who are destitute, in distress, deserted or in moral danger. ഇത്തരത്തിൽ സാഹചര്യത്തിലൊക്കെയുള്ള ഗേൾസിനെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഹോമാണ് ഇത് ഷോർട്ട് സ്റ്റേ ഹോം. D ആണ് ഇവിടെ റൈറ്റ് ആൻസർ. D ആണ് 2. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫോർ ടെമ്പററി റിസപ്ഷൻ ഓഫ് എനി ജുവനൈൽ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ഡ്യൂറിങ് ദ പെൻഡൻസി ഓഫ് എ കേസ് ബിഫോർ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. JJBയുടെ മുമ്പിൽ ഒരു കുട്ടിയുടെ കേസ് പോവുകയാണ്. അപ്പോൾ ആ കേസിന് എന്തെങ്കിലും ഒരു പെൻഡൻസി വരികയാണ്, കുട്ടിയെ ഒന്ന് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നേരെ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു ഹോമാണ് ഒബ്സർവേഷൻ ഹോം എന്നുള്ളത്. ജുവനൈൽ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ. നമ്മൾ നേരത്തെ 2 കാറ്റഗറി ആളുകൾ പറഞ്ഞിരുന്നു, അതിലുള്ള ഒരു കാറ്റഗറിയാണിത്. ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ് സാധാരണ പറയാറുള്ളത്. ഓക്കെ, എന്തായാലും സ്പെഷ്യൽ ഹോം ഒബ്സർവേഷൻ ഹോം ആണ് ഈ മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത്. The fourth one, for the reformation and rehabilitation of juvenile under Juvenile Justice Act 2015. ഓക്കെ, ഒരു ജുവനൈൽ അതായത് ഒരു തെറ്റ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയെ ആ കുട്ടിയുടെ റീഫോർമേഷനും റീഹാബിലിറ്റേഷനും വേണ്ടിയിട്ടുള്ള ഹോം ഏതാണെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ഹോം ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. B 4 ആണ്. എല്ലാം കൂടി വരുന്ന ഓപ്ഷൻ 2 ആണ്. A 3, B 4, C 1 and D 2. ഓക്കെ, അതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 18th question, the report titled Youth in India 2022 is published by
ഈ പറയുന്ന പേരിലുള്ള യൂത്ത് ഇൻ ഇന്ത്യ 2022 എന്ന് പറഞ്ഞുള്ള ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് ആരാണെന്നുള്ളതാണ്. ഓപ്ഷൻ 1 മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, 2 മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ്, 3 രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യൂത്ത് ഡെവലപ്മെന്റ്, 4 മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. റൈറ്റ് ആൻസർ 4 ആണ്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. 19th question, arrange the list of legislation related to women in ascending order. വുമൻസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആക്ടുകൾ തന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് അസെൻഡിങ് ഓർഡറിലോട്ട് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ അല്ലെങ്കിൽ ഓപ്ഷൻ നോക്കാം. എ പറയുന്ന ദ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 1956 വന്നിട്ടുള്ളത്. ഓക്കെ. ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വന്നിട്ടുള്ളത് 1961 ദ കമ്മീഷൻ ഓഫ് സതി പ്രിവെൻഷൻ ആക്ട് വന്നിട്ടുള്ളത് 1987 സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് വന്നിട്ടുള്ളത് 2013 ദ ഇൻഡീസെന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ ആക്ട് വന്നിട്ടുള്ളത് 1986 ഓക്കെ. ഇവിടെ ഏറ്റവും ഒന്നും വേണ്ട, ഇതിൽ ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു ആക്ട് 2023 സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് ദ വർക്ക് പ്ലേസ് എന്നുള്ള ആക്ടാണ്. ഡി ഇവിടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഉള്ളത് അത് ഓപ്ഷൻ 1 ആണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇമ്മോറൽ ട്രാഫിക്കിംഗ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യെസ്, എ ആണ്. ദെൻ അത് 1956. ദെൻ ബി ഡൗറി പ്രൊഹിബിഷൻ വന്നിട്ടുള്ളത് 61 ഈ ആയിട്ടുള്ള ഇൻഡീസെന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് അത് 86 വന്നിട്ടുള്ളത്. ഇൻഡീസെന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ ആക്ട് വന്നിട്ടുള്ളത് 86. ദെൻ സി ദ കമ്മീഷൻ ഓഫ് സതി വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇയർ 87 ആൻഡ് ഡി 2013. ഓക്കെ. സോ ദ റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ 1. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പാളിപ്പോയിരിക്കുന്നു. നമ്മൾ ഒരട്ടം ചോദിച്ച ചോദ്യം തന്നെയാണ്, എന്നാലും ഒന്നും കൂടി പറയാം. DSM 5 സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഞാൻ പിക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. മെയിൻലി പറയാനാണെങ്കിൽ ഈ സ്പെഷ്യലൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം HR തന്നെയാണ്. HRM അതേപോലെ തന്നെ ലേബർ വെൽഫെയറുമായി ബന്ധപ്പെട്ടുള്ള യൂണിറ്റുകളിൽ നിന്ന് നിരന്തരം ഭയങ്കരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മറ്റ് ഏരിയാസ് സ്കിപ്പ് ചെയ്യണമെന്നല്ല, ബട്ട് ഈ ഏരിയയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതേപോലെ ഡിസബിലിറ്റി ഒന്ന് വായിച്ചു നോക്കുക. ഡിസബിലിറ്റി ആക്ട് ഒന്ന് വായിച്ചു നോക്കുക. PWD ആക്ടിൽ വരുന്ന 21 കാറ്റഗറി ഡിസബിലിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ JJ ആക്ട് ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കുക. പിന്നെ UN കൺവെൻഷൻസും ഈ ഒരു ഏരിയയിൽ വരുന്നതാണ്. അതേപോലെ തന്നെ എൻവയോൺമെൻറ്റ്, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആക്ട് 2004 തോന്നുന്നു, 4 ആണോ 6 ആണോ ഉറപ്പില്ല. ആ ഒരു ആക്ട്, പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ഫോഴ്സ്, NDRF നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പേര് അഗൈൻ ഐ എം നോട്ട് ഷുവർ. ആ പേരുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജസ്റ്റ് ഒന്ന് ചെറിയൊരു റീഡിങ് ഒന്ന് പെരിഫറലായിട്ട് നടത്തുക. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്ന് എക്സാമിൻ്റെ അന്നാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. സോ എല്ലാ ആളുകൾക്കും അഗെയിൻ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ഉഷാറായിട്ട് എഴുതുക. ഓക്കെ. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് നമ്മുടെ സീരീസും ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ. ഇനി മറ്റൊരു സീരീസുമായി നമുക്ക് വീണ്ടും വരാം.